UDF സെഞ്ചുറി അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ മുകളിലേക്ക് എത്ര എന്നുള്ളതിൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ഒരു ആശങ്കയുള്ളൂ. അഡ്വക്കേറ്റ് ജബി മേത്തർ ഇഷാം ഇന്ന് അങ്ങാടിപ്പുറത്ത് വന്നിരിക്കുകയാണ്. ജബി മേത്തർ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. തദ്ദേശ പോരാട്ടത്തിൽ UDF വലിയ ജനങ്ങൾ അങ്ങ് സ്വീകരിച്ചതുപോലെയാണ്. അപ്പോൾ ഇപ്പോൾ LDFന്റെ CPMന്റെ നേതാക്കളൊക്കെ ഇപ്പോൾ ഗൃഹസന്ദർശനമൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് തോറ്റത് എന്ന് അന്വേഷിക്കുക മാത്രമല്ല, ജനങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ വികസനം പറയുകയാണ്. പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ സാധ്യതകൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ടീം UDF ഒറ്റക്കെട്ടാതെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിന് 100ന്റെ മുകളിലൊക്കെ സീറ്റുകൾ വിജയിച്ച് അധികാരത്തിലെത്താൻ പറ്റുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. UDF സെഞ്ചുറി അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ മുകളിലേക്ക് എത്ര എന്നുള്ളതിൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ഒരു ആശങ്കയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അത് UDF ഒറ്റക്കെട്ടായി, UDFന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും അതിനായി കൃത്യമായി ഐക്യത്തോടെ ഒരുമയോടെ UDF ഒറ്റക്കെട്ടാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആണെങ്കിലും AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽജി ആണെങ്കിലും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ആണെങ്കിലും അങ്ങനെ എല്ലാ നേതാക്കന്മാരും ഒറ്റ ഫോക്കസ്, ഒരേ ഒരു ലക്ഷ്യം, ഈ ജനവഞ്ചകനായ ഈ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കണം. ജനങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്ന, കേരളത്തിലെ വികസനത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന UDF സർക്കാർ ഭരണത്തിൽ വരണം. അതിലേക്കുള്ള ഒരു പാതയിലാണ് കോൺഗ്രസിന്റെയും UDFന്റെയും മുഴുവൻ നേതാക്കന്മാരും, അവരോടൊപ്പം ഞങ്ങളും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഇപ്പോ ജബി മേത്തറെ കുറിച്ച് മാത്രമല്ല, ഇപ്പോ കോൺഗ്രസ് UDF വലിയ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വിവാദങ്ങളിലൂടെ പലരെയും പുകമറയിൽ നിർത്താൻ ശ്രമിക്കുകയാണെന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ താങ്കളെ കുറിച്ച് തന്നെ ഒരു MP സീറ്റ് പേയ്മെന്റ് സീറ്റാണെന്നൊക്കെ രീതിയിൽ ഒരു വിവാദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ യുവാക്കളായ ആർജവത്വമുള്ള യുവ നേതാക്കളെയൊക്കെ പുകമറയിലേക്ക് നിർത്തുന്ന ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നു. ഞാനങ്ങനെ സമർത്ഥിക്കുകയല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം, നല്ല രാഷ്ട്രീയമുണ്ട്, മോശം രാഷ്ട്രീയമുണ്ട്. ഇത് ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്? ഇതെല്ലാം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ വേണ്ടേ? അതിന്റെ അപ്പുറത്തേക്ക് അതിനൊന്നും ഞങ്ങളാരും ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. ഇപ്പൊ പുതിയ സംഭവമല്ല, പഴങ്കഥ പോലെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നവർ ഒന്ന് ജബി മേത്തറുടെ രാജ്യസഭയിലെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയാൽ അവർക്ക് പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുകൂടി അവരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. കോൺഗ്രസ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, അത് രാജ്യസഭ MP എന്ന നിലയിലും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും അതൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിനെ ഒരു അലങ്കാരമായി കാണുന്നതല്ല. ആ ഉത്തരവാദിത്തം, ആ റെസ്പോൺസിബിലിറ്റി, അത് നമ്മുടെ കഴിവിന്റെ പരമാവധി നിർവഹിക്കാനാണ് നമ്മളൊക്കെ എപ്പോഴും ശ്രമിക്കുന്നത്. അതിനി അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ചു തരണം, എല്ലാവരും നമ്മളെ പറ്റി നല്ലത് പറയണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പലതും കേൾക്കേണ്ടി വരും. നമ്മളൊന്നും അറിയാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ പറഞ്ഞുണ്ടാക്കാൻ കഴിവുള്ള, പ്രത്യേകിച്ച് CPMന്റെ ഒക്കെ ഒരു സൈബർ വിഭാഗം എന്ന് പറയുന്നത്, ഇന്നിപ്പോ പകലാണെങ്കിൽ അതിനെ ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ അതുപോലും ഇടുന്ന, രാത്രിയാണ് എന്ന് പോലും സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സൈബർ സംവിധാനമൊക്കെ അവർക്കുണ്ട്. പക്ഷെ അതിലൊന്നും ഞങ്ങളാരും ആശങ്കപ്പെടുകയോ ഭയപ്പെടുകയോ, ഞങ്ങളെന്നും അതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല. അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായി പോകാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ തായുടെ വാപ്പയുടെ വിയോഗം, മരണമടഞ്ഞ ഒരു 4ാമത്തെ ദിവസം മുതൽ CPMന്റെ സൈബർ പേജുകളിൽ ഷാനിമോൾ ഉസ്മാൻ CPMലേക്ക് എന്ന കല്ല് വെച്ച് നുണ പ്രചരിപ്പിക്കുകയാണ് അങ്ങോട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനൊരു ഉദാഹരണമായി അത് പറഞ്ഞാണ്. അപ്പോ ഇതെല്ലാം അവർക്ക് അവരുടെ ഭരണ പരാജയങ്ങൾ മൂടി വെക്കാനായി, വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനായുള്ള കാര്യങ്ങളായിട്ടൊക്കെ അവരുടെ ഒരു എപ്പോഴും ഉള്ള ഒരു അടവ് നയം എന്നൊക്കെ പണ്ട് കാലം മുതലേ അവരുടെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഈ പുതിയ കാലത്ത് അവർ ഈ സൈബർ ലോകത്ത് ഇരുന്നു കൊണ്ട് അവരുടെ ഓരോ കഥകൾ മെനയുന്നു. അത് അവർ മെനയുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെയോ ജനങ്ങൾ ഞങ്ങളെ കാണുന്നതിനോ
അതൊന്നും ഒരു ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് കോൺഗ്രസിലെ തന്നെ ചില എന്താ പറയാ അറിയപ്പെടുന്ന നേതാക്കൾ, ഇപ്പൊ യുവ നേതാക്കൾ എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ കോൺഗ്രസിനെതിരെ തന്നെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുക, കോൺഗ്രസിലെ പല ആളുകളെ കുറിച്ചും വിവാദങ്ങൾ ഉണ്ടാക്കുക. ഈ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, ഒരുപക്ഷെ താങ്കളെ കുറിച്ചും ഇങ്ങനെ വിവാദ പരാമർശങ്ങളൊക്കെ നടത്തുന്ന ആളുകളും കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കോൺഗ്രസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ലെൻസ് വെച്ച് നടക്കുകയാണ് കുറെ പേര്. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ ഇവിടെ ആരെങ്കിലും എതിര് പറയുമ്പോ തന്നെ TP ചന്ദ്രശേഖരനെ കാലികമായി 51 വെട്ടി ഇല്ലാതാക്കിയ പോലെ ഒന്നും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല. കോൺഗ്രസിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ 2024 കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ, UDFന് വലിയ വിജയമായിരുന്നു. 25 കോൺഗ്രസിന് വലിയ വിജയമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇനി 26 കോൺഗ്രസിനും UDFന്റെയും വർഷം തന്നെയായിരിക്കും എന്ന്, അത് ഞങ്ങളുടെ ഒരു പ്രവർത്തനം കൊണ്ടല്ല, ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾ അതിനുവേണ്ടി ആ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു അവസരത്തിന് വേണ്ടി 2026 തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ കാത്തുനിൽക്കും. ഏതായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അഡ്വക്കേറ്റ് ജബീ മേത്തർ ഹിഷാം പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ UDFന്റെ മടങ്ങി വരവ്, അതായത് 2026 UDFന്റേതായിരിക്കും. 110ന്റെ മുകളിൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന ശുഭാപ്തി വിശ്വാസം കൂടി ജബീ മേത്തർ നമ്മോട് പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരെ വാഴിക്കണമെന്ന്. ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഫെസ്റ്റ് 199 രൂപയുടെ മഹാത്ഭുതം. ക്വാളിറ്റിയിൽ വിലക്കുറവിന്റെ വിപ്ലവം. ഇപ്പോൾ വാങ്ങിയാൽ 3 ഇരട്ടി വാങ്ങാം. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. 50 ലിറ്റർ ഡ്രം 99 രൂപ മാത്രം. ചെയർ 149 രൂപ മാത്രം. സ്റ്റീൽ ഇന്നർ ലിഡ് കാസറോൾ 199 രൂപ മാത്രം. സ്റ്റൂൾ 69 രൂപയ്ക്ക്. കോട്ടൺ നൈറ്റി 2 എണ്ണം 199 രൂപയ്ക്ക്. ബ്ലാങ്കറ്റ് 2 എണ്ണം 199 രൂപയ്ക്ക്. സെറ്റി കവർ 5 എണ്ണം 199 രൂപയ്ക്ക്. ലേഡീസ് പല്ലാസോ മെൻസ് ഷോർട്സ് 79 രൂപയ്ക്ക്. പെരിന്തൽമണ്ണ ഫെസ്റ്റ് 199 രൂപയുടെ മഹാത്ഭുതം. കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന് സമീപം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.